ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ആയുർവേദിക് ഓയിലുള്ള റിവ്യൂവിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കുന്തളകാന്തി തൈലത്തെക്കുറിച്ചാണ്. ഈ ഒരു ഓയിൽ ഹെയർ ഫോൾ, അതായത് ഡെലിവറിക്ക് ശേഷം വന്ന ഹെയർ ഫോള്, അല്ലെങ്കിൽ നമ്മൾ ഹോസ്റ്റലൊക്കെ പോയിട്ട് വെള്ളം മാറി കുളിച്ചതിൻ്റെ ഫലമായിട്ട് വരുന്ന ഹെയർ ഫോൾ, അതിനൊക്കെ ഏറ്റവും നല്ല സൂട്ട് ചെയ്യുന്ന ഒരു ഓയിൽ തന്നെയാണ് കുന്തളകാന്തി ഹെയർ ഓയിൽ എന്ന് പറയുന്നത്. ഞാനിത് കുറച്ച് ഉപയോഗിച്ചതാണ് കേട്ടോ. കുറച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്നു. നല്ല ആവശ്യത്തിന് തണുപ്പുള്ളൊരു എണ്ണ തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാം. നമ്മൾ ഏതൊരു ഓയിലും ആദ്യം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിരിക്കണം. അതായത് നേരത്തെ തേച്ച് എണ്ണയുടെ എന്തെങ്കിലും അഴുക്കുകൾ, പൊടിയൊന്നും കാണാൻ പാടില്ല. നല്ലതുപോലെ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ പുതിയൊരു ഓയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ ഓയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒത്തിരി ഓയിലെടുത്ത് നമ്മുടെ ഹെയർ ഓയിലേക്ക് അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ശിരോചർമ്മത്തിൽ അപ്ലൈ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഓയിലാണ്, നമ്മളുമായിട്ടൊന്ന് ഇണങ്ങി വരണം. അതിനായിട്ട് കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ തലയോട്ടിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. അങ്ങനെ റെഗുലർ പതിയെ മാത്രമേ നമുക്കത് ഗ്രാജുവലി മാത്രമേ നമുക്കൊരു ഓയിലിനെ നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് കൂടുതൽ ഹെയർ ഫോൾ കാണാം. പിന്നെ അതുപോലെ തന്നെ ഒരു ഓയിൽ നിർത്തുമ്പോഴും ചില ഓയിൽ നമുക്ക് നിർത്തണം തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ അതും സ്ലോലി കുറച്ചുകൊണ്ട് വന്ന് വേണം സ്റ്റോപ്പ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പം ഈ ഒരു ഓയിൽ ഉണ്ടാക്കിയിരിക്കുന്ന തൈലത്തിലാണ് കേട്ടോ. തൈലം എന്ന് പറയുമ്പോൾ ഡാൻഡ്രഫ് ഉള്ളവർക്ക് തൈലമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡാൻഡ്രഫ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ചിലവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിത് കുറച്ച് യൂസ് ചെയ്തുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇതെനിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഡാൻഡ്രഫ് കാണിക്കുന്നുണ്ടായിരുന്നു വാഷ് ചെയ്തതിന് ശേഷം. ഞാൻ മൈൽഡ് ഷാമ്പൂയിൽ ഏത് ഓയിൽ തേച്ചാലും എനിക്ക് വാഷ് ചെയ്ത് കളയണം. അല്ലെങ്കിൽ എൻ്റെ ഫേസിൽ കുരു വരും. ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടായിരിക്കാം ഫേസിൽ കുരു വരിക. അതല്ല എങ്കിൽ എനിക്ക് ഭയങ്കര ത്രോട്ടിനൊക്കെ ഭയങ്കര പെയിനാണ്. 2 ഇയറിൻ്റെ താഴെയൊക്കെ തണുത്തിട്ട് ഭയങ്കര പെയിനാവും. പിന്നെ എൻ്റെ ലിപ്സ് എല്ലാം ഡാർക്കാവും. മീൻസ് ഒരു ജലദോഷം, ഒരു കോൾഡിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങ് വരും. സോ അതുകൊണ്ട് ഞാൻ എല്ലാ ഓയിലും ഏതൊരു ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ നല്ല ഒരു മൈൽഡ് ഷാമ്പൂ ഇട്ട് ഉറപ്പായിട്ട് അത് കളയുമായിരുന്നു. അപ്പോൾ ഈ ഓയിലും കഴുകി കഴിഞ്ഞ ശേഷവും എനിക്ക് നമ്മുടെ തലയോട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഡാൻഡ്രഫ് കാണിക്കുന്നുണ്ട്. സോ അതിൻ്റെ കാരണം ഇതാണ്, തൈലത്തിലുണ്ടാക്കിയതായതുകൊണ്ടായിരുന്നു എനിക്ക് സൂട്ട് ചെയ്യാത്ത. എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഓൾറെഡി ഉള്ള ആളും കൂടിയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇതെല്ലാവർക്കും അങ്ങനെ വരണം നിർബന്ധമില്ല. ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് റീസൺ നിങ്ങൾക്ക് ഡാൻഡ്രഫ് നേരത്തെ ഉണ്ടായതുകൊണ്ടായിരിക്കും. അത് ക്ലിയറായിട്ട് പോകാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ ഇത്രയും യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ലൊരു ഓയിൽ തന്നെയാണ്. അങ്ങനെ ശിരോചർമ്മത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, താരൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓയിലാണ്. അടുത്തത് ഞാൻ പറയുന്നത് കയ്യുന്നാതി കോക്കനട്ട് ഓയിലാണ്. കയ്യുന്നാതി കേര തൈലമാണ്, അല്ലെങ്കിൽ കയ്യുന്നാതി വെളിച്ചെണ്ണ അങ്ങനെയൊക്കെ പറയാം. ഇതും ആയുർവേദ്യശാലയുടെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇന്ന് പറയുന്ന എല്ലാ ഓയിലും ആയുർവേദ്യശാലയുടെ തന്നെയാണ് ഒരു ഓയിലാണ്. ഇത് ശരിക്കും ഞാൻ ബിഫോർ മാരേജിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചതാണ്. ബിഫോർ മാരേജ് എന്ന് പറയുന്ന കറക്റ്റ് അങ്ങനെ പറയും 21 ഏജ് വരെ ഞാൻ ഈ ഒരു ഓയിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞിലേ മുതൽ 21 ഏജ് വരെ. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആയിരിക്കാം, അതുപോലെ തന്നെ എനിക്കും നല്ല തിക്നെസ് ഉള്ള നല്ല ലെങ്തി ഹെയർ ആയിരുന്നു ഈ ഒരു ഓയിൽ യൂസ് ചെയ്തുകൊണ്ട്. ഇപ്പം കൊച്ചിലേ മുതൽ അമ്മ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഡാൻഡ്രഫിൻ്റെ ഒരു പ്രശ്നമോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ എന്താ പറയുക, തലയോട്ടിൽ നമ്മുടെ ശിരോചർമ്മത്തിൽ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹെയർ ഗ്രോത്തും ഉണ്ടായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയറുമായിരുന്നു ആ ഒരു സമയത്ത്. ഇതിപ്പം ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്തുകൊണ്ട് ഓയിലുമാണ്. ഇത് ആരാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനുണ്ടായതിന് ശേഷം മോന് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത് ഈ ഒരു കയ്യുന്നാതി ഈ ബോട്ടിലാണെന്നല്ല ഉദ്ദേശിച്ച് കയ്യുന്നാതി കോക്കനട്ട് ഓയിലായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഓൾറെഡി ഉള്ളത് കാരണം കൊച്ചിനും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമായിരിക്കില്ല അല്ലേ, ഒത്തിരി അങ്ങോട്ട് അപ്ലൈ ചെയ്യില്ല. ജസ്റ്റ് ഏകദേശം ഞാൻ കാണിച്ചതേ, ഏകദേശം ഒരു ഇത്രയൊക്കെ എടുത്തിട്ട് ഇത് ഓയിലെന്ന് പറയാൻ പോലും ഇല്ല. അതെടുത്തിട്ട് ജസ്റ്റ് അവർ ഹെയറിൻ്റെ മേളിൽക്കൂടെ അപ്ലൈ ചെയ്യണം. ജസ്റ്റ് ഇങ്ങനെ തലയോട്ടിൽ അതങ്ങനെ പിടിപ്പിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ഹെയറിൻ്റെ മേളിൽക്കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് വിടും. അപ്പം തന്നെ അതും ബിഫോർ ബാത്തിങ്, അല്ലാതെ അരമണിക്കൂർ 1 മണിക്കൂർ മുമ്പ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിപ്പിക്കുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഇവിടെ മോനും ഇച്ചായനും ഉപയോഗിക്കുന്ന ഓയിൽ ഇതാണ്.
ഇവിടെ നിന്നല്ല, ഇത് നല്ലൊരു ഓയിലാണ്. പക്ഷേ ഇപ്പോൾ എനിക്കിത് പറ്റുന്നില്ല. അതെൻ്റെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിതിപ്പോൾ സൂട്ടാവുന്നില്ല. എനിക്കിപ്പോൾ ഒത്തിരി താരൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് തലയിൽ ഒത്തിരി എന്താ പറയുക, എണ്ണ ഇരുന്നിട്ടാന്ന് തോന്നുന്നു, ചെറിയ ചെറിയ കുരുക്കൾ പോലെ. അങ്ങനെ ഒത്തിരി പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നു. ആഫ്റ്റർ മോൻ്റെ ഡെലിവറിക്ക് ശേഷം, മോനൊരു 1 വയസ്സായതിനു ശേഷം മുടി ഒത്തിരി കൊഴിയാൻ തുടങ്ങി. ആ കൊഴിച്ചിലിൻ്റെ ഫലമായിട്ട് എനിക്ക് ഈ എണ്ണ സൂട്ടാവുന്നില്ലായിരുന്നു. ഞാൻ 21 വയസ്സ് വരെ യൂസ് ചെയ്തു. പിന്നെ മോനുണ്ടായി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു. മാരേജ് വരെ ഒരു 1.5 ഇയർ 2.5 ഇയർ ഒരു ബ്രേക്ക് വന്നിരുന്നു. ആ സമയത്ത് ഞാനിത് അതല്ല കേട്ടോ ഉപയോഗിച്ചിരുന്നത്. അത് ഏതൊരു ഓയിലാണെന്ന് ഞാൻ പറയാം. അതിനുശേഷം മാരേജിന് ശേഷവും ഏകദേശം മാരേജ് ശേഷം ഒരു 6 മന്തിന് ശേഷം തൊട്ട് വീണ്ടും ഞാൻ യൂസ് ചെയ്തു. മോൻ 1 വയസ്സ് വരെ ഞാൻ യൂസ് ചെയ്തു. പക്ഷേ അതിന് ശേഷമാണ് എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം വന്നുകൊണ്ട് മാത്രമേ ഇത് ഞാൻ മാറിയത്. പക്ഷേ ഇവിടെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യുന്ന ഓയിൽ ഇതാണ്. ഇത് നല്ലൊരു ഓയിൽ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്ത ഓയിൽ ഇതാണ്. ഇത് ശരിക്കും ഇതെല്ലാം പോയതാട്ടോ, മോൻ പറിച്ച് മാറ്റിയതാണ്. ഇതെന്ന് പറയുന്ന ഓയിൽ എന്താണെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ? ഇല്ല. ഇത് ക്ലിയർ ആവുന്നു. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നീലബൃങ്ങാതി ഓയിൽ. ഇതിൻ്റെ ചെറുത് ഞാൻ മേടിച്ചതാണ്. ഇതുണ്ട് സൈഡ് ഇങ്ങനെ ശരിക്കും നല്ല ബ്ലൂ കളറ് കാണാവോ? നല്ല രസമാണ്. ബ്ലൂ ആണോ ഗ്രീൻ ആണോ എന്ന് ചോദിക്കില്ല. നീലബൃങ്ങാതിയുടെ ഇൻഡിഗോ അതിൻ്റെ കളറല്ലേ, അത് നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ ഓയിലാട്ടോ. ഞാൻ 2 ബോട്ടിലോളം യൂസ് ചെയ്തിരുന്നു. ശരിക്കും നീലബൃങ്ങാതിയൊക്കെ രാത്രിയിൽ ഉണങ്ങിയ തലമുടിയിൽ ഒരു സ്വല്പം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും ഒരു ശക്കലം എടുത്തിട്ട് തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ച് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാനും ചെയ്തിരുന്നു. ഹെയർ ഗ്രോത്ത് ഉണ്ടാകും. പക്ഷെ എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നം കൂടുതലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറി. പക്ഷെ ഇത് നല്ലതാണ്. നീലബൃങ്ങാതി ഓയിൽ. ഒരു കളറ് കാണാവോ? ക്ലിയറായി മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഒരു നീലയല്ല, പച്ചയല്ല, ഇൻഡിഗോയുടെ കളറില്ലേ, ഒരു നല്ല രസമാണ് അത്. ഈ ഓയിൽ സുഖം. നല്ല തണുപ്പാട്ടോ. തണുപ്പ് പറ്റില്ലാത്തവരൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കുമേ. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ, എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഓയിൽ സൂട്ടാവണില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞു. ശരി, ഇനി ഞാൻ എന്താണ് എനിക്ക് സൂട്ടാക്കി എടുത്തതെന്ന് ചോദിച്ചാൽ ഇതാണ്. ഈ ഒരു ഓയിലായിരുന്നു എനിക്ക് ശരിക്കും സൂട്ടായത്. ഈ ഓയിലിൻ്റെ പേര് ദുർദൂര പത്രാതി കേര തൈലം എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു ഓയിൽ വന്ന പിന്നെ എൻ്റെ ഹെയറിൻ്റെയും എന്താ പറയുന്നത്, എൻ്റെ ആ ഒരു സ്കാൽപ്പിലുണ്ടായിരുന്ന പ്രോബ്ലങ്ങളെല്ലാം ഒരു പരിധിയല്ല ഒരുപാട് എനിക്ക് കുറവ് വന്നു. ഇത് ഞാൻ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യും. എന്നിട്ട് മൈൽഡ് ഷാമ്പൂവിൽ കഴുകിക്കളയാണ് ചെയ്യുന്നത്. പക്ഷേ ഡെയിലി ഷാമ്പൂ ചെയ്യുന്ന കൊള്ളില്ല. മൈൽഡ് ഷാമ്പൂ ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ട് അവിടെ നിന്ന് ഡോക്ടർ എഴുതുന്ന ഷാമ്പൂയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളാരും ഇങ്ങനെ ഡെയിലി ചെയ്യരുത്. ഒരു വീക്സിൽ ഒരു 3 ടൈംസ് ചെയ്താൽ മതിയാവും. നല്ലതുപോലെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നല്ല റിസൾട്ടാണ്. ഡാൻഡ്രഫ് ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു ആയുർവേദശാലയുടെ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇത് നല്ല ബെറ്റർ റിസൾട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് ഇപ്പം 3 ബോട്ടിലോളം യൂസ് ചെയ്തു കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഓയിൽ യൂസ് ചെയ്തിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ ആ ബോട്ടിലില്ല. ചെമ്പരത്തിയാതി കേര തൈലം, അത് നല്ലൊരു ഓയിലാണ്. പക്ഷേ നല്ല ഓയിൽ എന്ന് പറഞ്ഞാൽ നല്ല ആവശ്യത്തിന് തണുപ്പൊക്കെ ഉണ്ട്. ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന നല്ലൊരു ഓയിൽ തന്നെയായിരുന്നു അതും. എൻ്റെ ഒരു മെയിൻ പ്രശ്നം ഡാൻഡ്രഫ് ആയതുകൊണ്ട് ഞാനത് നിർത്തിയിട്ട് ഇതിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ അതാരെങ്കിലും യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് ഹെയർ ഗ്രോത്തിന് സൂപ്പറാണ്. അതും നല്ലതാണ്. കുന്തളകാന്തി നല്ലതാണ്. കയ്യൂനാദി നല്ലതാണ്. നീലബൃങ്ങാതി നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ്. പിന്നെ നമ്മുടെ തലയിൽ നമ്മുടെ ഈ ശിരോചർമ്മത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഏതെങ്കിലും ഒരു ഓയിൽ ക്ലിയർ ചെയ്തിട്ട് മാത്രമേ പുതിയ ഓയിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അധികമായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക തന്നെ വേണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.